السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. നാം നിർവഹിക്കുന്ന നോമ്പും നമസ്കാരവും ഗൗരവപൂർവം അത് നിർവഹിക്കുവാനും പരിശുദ്ധ റമളാനിൻ്റെ നന്മകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരനൊരു ചെറിയ ഒരു രോഗം വന്നു. അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു രോഗമാണ്. 3-4 ദിവസം കഴിയുമ്പോൾ ആ രോഗം മാറുമെന്ന് കരുതി. ഒരാഴ്ചയായിട്ടും ആ രോഗം മാറാതെ വന്നപ്പോൾ വിദഗ്ധനായ ഒരു ഡോക്ടറെ അയാൾ കണ്ടു. ഡോക്ടർ ചില ചെക്കപ്പൊക്കെ നടത്തി 10-13 ദിവസമായിട്ടും തന്നെ ബാധിച്ചിരിക്കുന്ന രോഗത്തിൽ ഒരു കുറവും കാണാതെ വരുമ്പോൾ സ്വമേധയാ നമുക്കാണെങ്കിലും ചെറിയ പ്രയാസവും വിഷമവും ഒക്കെ നമ്മളെ ബാധിക്കാറുണ്ട്. പരിശുദ്ധ റമളാനിൻ്റെ 13 ദിനരാത്രങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന നാളെ പരലോകത്തിൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന, മറ്റൊരാൾക്കും അറിയാത്ത നമ്മുടെ ഉള്ളിലെ ദുഷിച്ച സ്വഭാവങ്ങൾ, അത് നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ ഭർത്താവിനോ മക്കൾക്കോ അറിയില്ല. എൻ്റെ രോഗത്തെ സംബന്ധിച്ച്, എൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഈ പരിശുദ്ധ റമളാനിൽ നമ്മുടെ മനസ്സിനോടാണ് നാം സംസാരിക്കേണ്ടത്. രാത്രി തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴും ഏതെങ്കിലും ചില രോഗങ്ങൾ 10-20 ദിവസം തങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രയാസവും ദുഃഖവും ഉണ്ടാകുന്നത് പോലെ അസൂയ, പക, വിദ്വേഷം, ഇങ്ങനെയുള്ള എൻ്റെ നന്മകൾ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ദുഷിച്ച രോഗങ്ങൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ടോ എന്ന്, എൻ്റെ ഹൃദയം ശുദ്ധമായിട്ടുണ്ടോ എന്ന് പരിശുദ്ധ റമളാൻ അർത്ഥപകുതിയോടടുക്കുന്ന ഈ സമയത്ത് നാം നമ്മുടെ മനസ്സിനോട് തന്നെ സംസാരിക്കണം. നമ്മുടെ ഹൃദയത്തോട് നാം സംസാരിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ അപരൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതിലേക്കല്ല, നമ്മുടെ സ്വന്തം കുറ്റങ്ങളും ന്യൂനതകളും കണ്ടെത്തുകയും പതിരാവിൽ നാം നമസ്കരിക്കുകയും ലോകം നിശയുടെ നിശബ്ദതയിൽ ഉറങ്ങുന്ന ഈ സമയത്തും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മസ്ജിദിൽ എപ്രാളപ്പെട്ട് വന്നുകൊണ്ട് സുജൂദിൽ കിടന്ന സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്, അള്ളാഹുവേ നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി, അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് പറയുമ്പോൾ നമ്മുടെ കൈവശമുള്ള പാപത്തിൻ്റെ കറകൾ സംശുദ്ധമാക്കാൻ, പകയും വൈരാഗ്യവും പകയും പോലുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സംശുദ്ധമാക്കാൻ ഈ പരിശുദ്ധ റമളാനിന് കഴിയണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ തൻ്റെ അനുചരന്മാരോട് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂല് തൻ്റെ അനുചരന്മാരോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിഷയം സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രവാചകൻ പറഞ്ഞു, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ, ഇപ്പോൾ നമ്മുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും. റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗവാസിയാണ്, അവൻ സ്വർഗത്തിൻ്റെ അഹ്ലുകാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. റസൂലിൻ്റെ സ്വഹാബികൾ ആ അപരനായ ആ മനുഷ്യൻ ആരാണ് എന്ന് ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുമ്പോൾ
മദീനയിലെ കർഷകനായ ഒരു അൻസാരിയായ ഒരു മനുഷ്യൻ വുളൂ ചെയ്തിട്ട് അയാളുടെ ചെരുപ്പുകളെടുത്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചിട്ട് റസൂലിൻ്റെ സദസ്സിലേക്ക് വന്നിരിക്കുകയാണ്. 1-2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും റസൂൽ ഇങ്ങനെ ഒരു ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ, നമ്മളുടെ അടുത്തേക്ക് ഒരു ആഗതൻ കടന്നു വരുന്നുണ്ട്. റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗീയവാസിയാണ്. അനുചരന്മാരെ, റസൂൽ എന്നിട്ട് വീണ്ടും തൻ്റെ ഉപദേശത്തിലേക്ക് തുടർന്നു. റസൂലിൻ്റെ സ്വഹാബികൾ ആരാണ് എന്ന ആകാംക്ഷയോടെ നോക്കുമ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഏതൊരു വ്യക്തിയെക്കുറിച്ചാണോ റസൂല് പറഞ്ഞത്, അതേ വ്യക്തിയെക്കുറിച്ച് തന്നെ റസൂല് പറയുകയാണ്. മൂന്നാമതും ഒരു അവസരത്തിൽ ഇത് ആവർത്തിച്ചപ്പോൾ റസൂലിൻ്റെ അനുചരന്മാർ അത്ഭുതപ്പെട്ടു പോയി. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു അനുചരൻ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ എന്തൊക്കെയാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്വകാര്യമായ ആരാധനകളും ഇബാദത്തുകളുമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയായി താമസിച്ചു. നോക്കുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെയാണ്. രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കും, നല്ല രൂപത്തിൽ അതിഥികളെ സൽക്കരിക്കുന്നുണ്ട്. 2-ാം ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ വീട്ടിൽ അതിഥിയായി വന്ന വ്യക്തിയാണെങ്കിലും അല്ലാഹുവിൻ്റെ റസൂല് അവിടുത്തെ സംസാരത്തിൽ താങ്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന എന്ന് 3 പ്രാവശ്യം താങ്കളെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂല് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ, വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആ പ്രവാചകൻ താങ്കളെക്കുറിച്ച് 3 പ്രാവശ്യം താങ്കൾ സ്വർഗവാസിയാണെന്ന് പറഞ്ഞു. എന്താണ് താങ്കൾ ചെയ്യുന്ന കർമ്മം? താങ്കൾ 2 ദിവസം എന്നെ പരിശോധിച്ചല്ലോ, താങ്കൾ എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, താങ്കളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഒരു കർമ്മങ്ങളും ചെയ്യുന്നില്ല, താങ്കൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ആ അനുചരൻ അദ്ദേഹത്തോട് ചേർത്തു പറഞ്ഞു, എന്നിലൊരു പ്രത്യേകതയുണ്ട്, എനിക്കൊരു സ്വഭാവമുണ്ട്. ഗൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശ, ഒരു മുസ്ലിമായ മനുഷ്യനോടും ഒരു അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയായ മനുഷ്യനോടും എൻ്റെ മനസ്സിൽ ഞാൻ പക കൊണ്ട് നടക്കാറില്ല. ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും, ഞാൻ അവർക്ക് മാപ്പ് ചെയ്യും. എന്നിട്ട് വീണ്ടും അദ്ദേഹം ചേർത്ത് പറഞ്ഞു, വലാ അഹ്സദു അഹദൻ അലാ ഖൈരിൻ അതാഹു അല്ലാഹു ഇയ്യാഹ്, അല്ലാഹു ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന അനുഗ്രഹത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയം കൊണ്ട് അസൂയ വെക്കാറില്ല എന്ന് ആ അനുചരൻ പറയുകയാണ്. റസൂലിൻ്റെ അടുക്കലേക്ക് പോയിട്ട് ഈ അനുചരൻ പറഞ്ഞു, ആ അനുചരന് ഈ 2 സ്വഭാവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന്റെ മനസ്സിന്റെ വിശുദ്ധിയിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. പടച്ചനാഥൻ നമ്മുടെ രൂപലാവണ്യങ്ങളിലേക്കല്ല നോക്കുന്നത്. വലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നമ്മുടെ അകത്തളങ്ങളിലേക്കാണ്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്കാണ്. നാം ഈ റമദാനിന്റെ നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടും ഭാര്യയോട്, മക്കളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ ഒരു അയൽവാസി കല്യാണം വിളിക്കാൻ വൈകിപ്പോയി, വിട്ടുപോയി, പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞു, ഞാൻ വിട്ടുപോയതാണ്, സോറി, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാനുള്ള അവസരം കാത്തും പാത്തും നടക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ പകയും വിദ്വേഷവും മാറണം. പരിശുദ്ധ റമദാൻ, കഴിഞ്ഞ റമദാനിന് പോലും ഒരു കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, ആ കുടുംബത്തിലെ 4-5 അംഗങ്ങളുണ്ട്. എന്തോ ചെറിയ വിഷയങ്ങൾ വന്നപ്പോൾ ഒരു സഹോദരി സ്വന്തം സഹോദരന്റെ കുടുംബത്തെ ഒന്നടങ്കം തീർത്തു കളയുന്നതിനു വേണ്ടി ഐസ്ക്രീമിൽ വിഷം ചേർത്ത് ഭർദ ധരിച്ച ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വേഷ സംവിധാനങ്ങളുള്ള ഒരു വ്യക്തി സ്വന്തം ആ കുടുംബത്തിലെ ചെറിയ ഒരു പൊന്നുമകൻ ഐസ്ക്രീമിൽ വിഷം കലർത്തി കഴിച്ചപ്പോൾ ആ കഴിഞ്ഞ വർഷമാണ് റമദാനിൽ മരണപ്പെട്ടു പോയതും പോലീസ്
പോലീസ്, നിയമപാലകർ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നതൊക്കെ നാം കണ്ടത്. പരിശുദ്ധ റമദാനിൽ നമ്മുടെ മനസ്സിനോട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മാറി നാം നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. പടച്ച റബ്ബേ, ഒരു വിശ്വാസിയോടും ഒരു മുഅ്മിനിനോടും പകയില്ലാതെ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.